ഉച്ചയ്ക്ക് പട്ടിണിയല്ലേ? ഏയ്, എനിക്ക് വേണ്ടാഞ്ഞിട്ട്. വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, കണ്ണീര് വീണ ചോറുണ്ണാൻ അറച്ചിട്ടാണെന്നറിയാം. സങ്കടം പിടിച്ചിട്ട് കിട്ടിയില്ല. അമ്മായി അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കിട്ടിയെന്ന് എനിക്ക് ചീത്ത. ഇങ്ങാനും പറഞ്ഞു നിൽക്കാണ്ട് കടയിലേക്ക് വാടി വേഗം. പിന്നടിക്കാൻ കണ്ട സമയം. എന്താ അമ്മായിരുന്നു രാവിലെ തന്നെ തുള്ളനും? നല്ല തല്ല് കിട്ടാത്തതിനെ കേടാ. ചെവിക്കലിന് 4 കീറി പോയ തുള്ളനും ചാട്ടമൊക്കെ അവിടെ നിൽക്കും. ശരിയാ, അതിന് നല്ല കയ്യിലുള്ള ആണുങ്ങൾ കാണും. കുട്ടികൃഷ്ണ, എന്താണ് ചട്നി സാമ്പാറിനൊരു മധുരം? അതേ, സുന്ദരിമാരുടെ കൈ തൊട്ടിട്ടാ. അയ്യടാ, ഇത് കാണാൻ എന്തൊരു ശേലും. അമ്മായി, 2 ദോശ ഇടാണല്ലോ. ഇത് പെണ്ണെ, അവിടെ ദോശ കൊടുക്ക. നല്ല വാടി പൊത്ത ദോശ. ഇവിടെ ചായയാണോ കാപ്പിയാണോ വേണ്ടത്? 2-ലേതാ വേണ്ടതെന്നാ ഒരു പ്രശ്നം. 2 ഒന്നിനൊന്ന് മെച്ചം. എന്നാ 2 എടുത്തോടാ, 2 കൊള്ളാം. താൻ ചായയാണോ കാപ്പിയാണോ ചോദിച്ചത്? ഇഷ്ടമുള്ളത് വയ്യേ. എന്താടാ നിന്റെ മുഖത്ത് ഇത്ര ഗൗരവം? നോക്കി കൊല്ലല്ലേ മനുഷ്യനെ. എടാ പിള്ളാരെ, അധികം വേണ്ടടാ, എറിഞ്ഞു മാറ്റില്ലേ, ഒന്ന് ജീവിച്ചോട്ടെ. എന്താ ശ്രീപുര, നിന്റെ മുഖത്തിനൊരു തെളിച്ചമില്ലാത്ത? അതുങ്ങൾ നാട്ടിലെ ഹോൾസെയിലിന് കുറവുണ്ടാ. അളിഞ്ചാരായം കുറിച്ച് കണ്ണുമുഖം ഇരിക്കുന്നുണ്ടല്ലേ? നിങ്ങളെ കാശൊന്നുമല്ലല്ലോ, ഞാൻ പണിയെടുക്കണ കാശാ. അമ്മായിയെ ആരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഓ, ഞാൻ പറഞ്ഞു ഇനി എടുത്തേ. തിന്നരിച്ചു. അല്ല അത് പോട്ടെ, ഇവിടെ തിന്നാൻ എന്തുണ്ട്, വയറ് കത്തന്. ഇഡലി, ദോശ, പുട്ട്, കടല, വെറോട്ട, ഇറച്ചി. ഒരു കാര്യം ചെയ്ത് ഒരു കഷ്ണം കല്ലാത്തിലും കൂടി ഇരിക്കെ. ആരെങ്കിലും വരുന്ന സമയത്ത് ഒറ്റ എണ്ണത്തിനെ കാണുകയില്ല. എടി സീതേ, അതാ വിളിക്കുന്നു മോളെ, അങ്ങോട്ട് ചെല്ലേ. എനിക്ക് വയ്യ. എന്തൊക്കെ കമന്റ് അവറ്റോട് പറയണമെന്നറിയോ? മോൾ അതൊന്നും ശ്രദ്ധിക്കണ്ട, ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ മതി. ആ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ വിളിച്ചു കേട്ടില്ലേ? കടയിൽ ആള് വന്നിരിക്കുന്നു. ഇനി അതിന് എന്റെ കയ്യിൽ തന്നെ വേണോ? അമ്മേ, ഞാൻ നോക്കിക്കോളാം. അപ്പൊ ചായ എടുക്കുന്നതോ? 2 ഞാൻ തന്നെ ചെയ്യുന്നത്. എവിടെ പിന്നെ എന്തിനാ ഇവിടെ പൂവിട്ട് പൂജിക്കാനോ? അമ്മായി, അടുക്കളയിൽ എന്ത് പണിയും ഞാൻ ചെയ്തോളാം. ദയവ് ചെയ്ത് ഈ വണ്ടിക്കാരുടെ കളിയാക്കൽ കേൾക്കാൻ എന്നെ വിടരുത്. കളിയാക്കിയെന്നോ? ആര്? അവര് വല്ല തമാശ പറഞ്ഞെന്താ ഉരുവി പോവോ? ഇങ്ങനെ തമാശ പറയണേ. ആണുങ്ങളാവുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോന്നിരിക്കും. ഒരു കുടിച്ചൊന്നുമില്ലല്ലോ. അമ്മേ, അവർക്ക് ഇതൊന്നും കേട്ട് ശീലമില്ല. അയ്യോ, ആര്? ശീലാവതിയോ? അത്രയ്ക്ക് ബാധ്യതയൊന്നും ആകണ്ട. ആണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോ ഒന്ന് ചിരിച്ചു കാണിച്ചാ എന്താ തേഞ്ഞു പോവോ? എവിടെ പോലെ തന്നെയല്ലയോ സുമതി? അവിടെ ഇപ്പം കണ്ണിരുന്ന് ഒലിപ്പിക്കുന്നില്ലല്ലോ. അവളെ പോലല്ലോ ഇവള്. ആ, ഇവക്കെന്താ വേറെ വല്ലതും ഉണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. 4 പേരുടെ കച്ചവടം കൂടുതൽ കിട്ടിയാലെന്താ കഴിക്കൂ? പെൺപിള്ളാരെ കാണിച്ച് കച്ചവടം പിടിക്കാനായിരിക്കും. എന്റെ ശ്രീധര, നീ വെറുതെ വേണ്ടാത്ത കാര്യത്തിലൊന്നും ഇടപെടാണ്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ തിന്നിട്ട് പോകാൻ നോക്ക്. എന്റെ നാക്കി ഓർമ്മ വരുന്ന ഭൂമിയ. നീ അവിടെ എങ്ങനെ പോയി? ആ മോളെ, ശ്രീധരേട്ടന് എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തുകൊടു. നീതിന്യായം പറയുന്നവരെ എനിക്കറിയാം. ഇപ്പൊ ഹരിചന്ദ്രന്മാരാകുന്നു. അവിടെ എന്താ വേണ്ടേ? ഒട്ടുമുട്ടക്കറി 2 ആക്കും. നിങ്ങളെന്താണ് വേണ്ടാത്തവരൊക്കെ ചെയ്ത് തകർന്നത്? വേണ്ടാത്താണെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് തന്നെ. പഴയ കുറ്റിയല്ലേ? എന്തായാലും പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയോ? ലോട്ടറി കച്ചവടം? ഇത് സൈഡ് ബിസിനസ്. 2 കച്ചവടം കൂടി കാശ് കുറച്ച് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഓ, എന്ത് കാശ്? നിന്റെ വാക്കിന് വിലയുണ്ടെന്ന് മനസ്സിലായി. ഇത് തോമാസ് മലയാളുടെ വണ്ടിയാ. ഞാനറിഞ്ഞു. താമസം ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. ആ, പിന്നെ നീ എന്താന്ന് വരാന്ന്? ഇപ്പൊ എന്റെ ഈ കാശുണ്ട്, നമുക്കൊന്ന് കൂടണ്ടേ? ഞാൻ മോനി മാറി കേട്ടോ. ഞാൻ നമ്മൾ 4 കാരാശോപ്പ് പോയി കുടിക്കോളാം. ഞാൻ ഒരു പ്രശ്നമല്ല. ഇന്ന് രാത്രി ഇങ്ങനെ? ഇല്ല, ഞാനത് നിർത്തി. അത് കൊള്ളാം. നീ ഡിമാൻഡ് ഒന്നും കൂടണ്ട. പറയണ കാശ് ഞാൻ തരാറില്ലടി. എനിക്കിനി ആ കാശ് ആവശ്യമില്ല. എന്റെ കുമാരേട്ടൻ മരിച്ചു.
എനിക്കിപ്പോ മരുന്ന് വാങ്ങണ്ട, ദിവസവും 60 രൂപ ഉണ്ടാക്കണ്ട. 24 മണിക്കൂറും എന്റെ മോന്റെ കൂടെ കഴിയാൻ എനിക്ക്. വേണ്ട ശ്രീധരേട്ട, ഇനി നിങ്ങളുടെ കാശ് ഞാൻ വാങ്ങില്ല. കുമാരേട്ടൻ മരിക്കണവരെ ഞാൻ ചെയ്യണതില് എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല. ദിവസവും മരുന്ന് വാങ്ങണം, കാശുണ്ടാക്കണം. ഇപ്പൊ അത് വേണ്ട. 60 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് മോനും ഒരാഴ്ച കഴിഞ്ഞുകൂടാ. അത് ഞാൻ ഈ ടിക്കറ്റ് വിട്ടുണ്ടാക്കുന്നുണ്ട്. ഇനി ശരീരം വിറ്റാല് ഞാനിന്ന് വെറുത്തു പോകും. വാങ്ങില്ല. ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല. ടിക്കറ്റ് എടുക്കാൻ ഒരെണ്ണം. കേരള, മാതൃഭൂമി, ഭൂട്ടാൻ, മേഘാലയ ഏതെങ്കിലും ഒരെണ്ണം. കുഞ്ഞാലിക്ക 10 ലക്ഷം മെമ്പറാ. തീരട്ടെ. ഏയ് 10 രൂപ. പോട്ടെ, വാ മോനെ. സുഖമായിട്ട് പോലെ ഏത് പന്നിയത്? കണ്ണും മൂക്കിലാണ് വണ്ടി ഓടിക്കണേ. കണ്ണും മൂക്കും ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരുമോ? കുഞ്ഞാലിക്ക, എന്റെ വണ്ടി എങ്ങനെയുണ്ട്? പണിയില്ലാണ്ടവൻ പറഞ്ഞു, പണി തരാം. ഡ്രൈവർക്കും കിളിക്കും. എന്റെ വാപ്പ കൊണ്ടുപോയി പണി. ആ, നിങ്ങളാണ് ഇതൊക്കെ വളർന്നിച്ചു കൊടുത്തത്. പോട്ടെ പോട്ടടാ. ഈ പാവങ്ങളെയൊക്കെ മറന്നോ? മറന്ന കാര്യമാണെന്ന് ആലോചിച്ചാൽ മതി. ഞാൻ എന്നും നോക്കും. എവിടെയായിരുന്നു? ഞാനൊരു വണ്ടി വാങ്ങാനുള്ള ഓട്ടത്തിലായിരുന്നു. വണ്ടി വാങ്ങി? എന്തേ, ഞാൻ കിടക്കണ കണ്ടില്ലേ? അവൻ കൊള്ളോ? ഓ, നമ്മളെയൊക്കെ ഇനി ആരും മൈൻഡ് ചെയ്യാനാ? വലിയ മുതലാളിയല്ലേ. ദാ ഇതും കൂടെ മതി. ഇതാരാ പുതുമുഖം? അമ്മയുടെ മോളാ. ചേച്ചി, വലിയ ലോറി മുതലാളി ഇത്. വാരല്ലേ വാരല്ലേ. ദേ ഇതും കൂടെ നിറച്ച് അടുക്കളയിലേക്ക് വെച്ചേ. ചേച്ചി ഒരു ചരക്ക് തന്നെയാ. എന്ത് വർത്താനം ഇത്? രവിയേട്ടനും ശ്രീധരേട്ടനും കൂട്ടായിരുന്നു. ഇപ്പൊ അവർ തമ്മിൽ തെറ്റിയെന്നാ പറഞ്ഞു കേട്ടത്. ഇത്തിരി വെളിച്ചം കൂടി എടുത്തു. ആ, അമ്മായി എന്തി? അമ്മായി അകത്തുണ്ട്, ഉറങ്ങാ. പേരെന്താ? സീത. നല്ല പേര്. പേര് പോലെ തന്നെയാ ആളും. ശരിക്കടിക്കടാ. അല്ല, ആരാ ഇത്? ഞാൻ അറിഞ്ഞു വന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ കണ്ട തനി മുതലാളി. ആ, വണ്ടിയിൽ നമുക്കൊരു പണി വരൂ. നിനക്കൊരു പണി ഞാൻ തരുന്നുണ്ട്. സുമതിയായിട്ടുള്ള പഞ്ചാരൊക്കെ അറിയുന്നുണ്ട്. ഒന്ന് പോരെ കേട്ടാ. വേണ്ടാത്ത പറഞ്ഞ എന്റെ പണികളല്ലേ. ഈ പാർട്ടി എങ്ങനെയുണ്ടാ? അയ്യോ പാവാ. പാവങ്ങളാടെ എളുപ്പം. അതേസമയം സുമതിക്കുണ്ടല്ലോ, പഠിച്ച കളികളാ, കള്ള കൊത്ത. കുറച്ചു നേരം ആയില്ലേ വർത്തമാനം കേൾക്കുന്നു. നീ വണ്ടി മേടിച്ചോ? മേടിച്ചു, അപ്പുറത്തുണ്ട്. അമ്മായിയെ കാണിക്കണേ കൊണ്ടുവന്നത്. ആ, വെറുതെ കാണിച്ച പോരാ, ചെലവ് ചെയ്യണം.
മതി മതി, ഉള്ള എരിയും പുളിയും കളയല്ലേ. ഞാൻ കുടിക്കില്ല. മദ്യം, സിഗരറ്റ്, ബീഡി മുറുക്കാൻ ഈ ദുസ്വഭാവമൊന്നും എനിക്കില്ല. അതുകൊണ്ടെന്താ എന്റെ എപ്പോഴും കാശുമുണ്ട്. ഡ്രൈവർമാര് നേരെയാകാത്ത ഈ സ്വഭാവം കൊണ്ടാ കിട്ടുന്നത് മുഴുവൻ തിന്നുകയും കുടിക്കുകയും ചെയ്യും. നീ നന്നാവും. ഡ്രൈവർ അല്ലല്ലോ, മുതലാളിയല്ലേ. വേണ്ട വേണ്ട, അത്രയും മതി. ഇങ്ങനെ വെളിവില്ലാതെ രാത്രി മുഴുവൻ കടന്നുറങ്ങും. കച്ചവടം നടക്കില്ല. ചെല്ല് ചെല്ല്, കടയിലേക്ക് ചെല്ല്. നീയും ശ്രീധരനുമായിട്ട് എന്താ തെറ്റിയേ? കണ്ണുകടി. എന്റെ ഇത്രയും കാശുണ്ടെന്ന് അറിഞ്ഞപ്പോ തുടങ്ങി ഒരു രസക്കേട്. പിന്നെയൊക്കെ നാട്ടിലൊരു കീപ്പുണ്ട്, അവളെ എന്റെ വില കെട്ടി വെക്കാൻ നോക്കി. അതിന്റെ പേരിൽ ഇറങ്ങത്. അയ്യോ, അങ്ങനെയുള്ള എടാകുടത്തിലൊന്നും ചെന്ന് ചാടല്ലേ എന്റെ രവി. ഇനി നിനക്ക് നല്ല ഒന്നാം തരം പെണ്ണ് കിട്ടില്ലയോ? നല്ല സ്ത്രീധനവും കിട്ടും. വേഗം ഒരു കല്യാണമൊക്കെ കഴിച്ചൊന്ന് കൂട്. എനിക്ക് ഈ കാശിനും പണത്തിനും അത്ര ആർത്തിയൊന്നുമില്ല അമ്മായി. പാവപ്പെട്ടതാണെങ്കിലും എനിക്ക് ചേർന്നൊരു പെണ്ണ്. എന്റെ മനസ്സില് ചില കണക്കൂടുകളൊക്കെ ഉണ്ട്. എന്താ? അതൊക്കെ സമയമാകുമ്പോ ഞാൻ അമ്മയോട് പറയും. ഞാൻ ഈ പരിസരത്ത് തന്നെ കൂടാന്ന് വിചാരിക്കണേ. ശ്രീധരന്റെ മുമ്പില് എനിക്ക് ആണുങ്ങളെ പോലെ ജീവിക്കണം. അമ്മായി എനിക്കൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടേ? പറ. എന്റെ വണ്ടിയുടെ സാധനങ്ങൾ വയ്ക്കാനും വല്ലപ്പോഴും വരുമ്പം ഒന്ന് റെസ്റ്റ് ചെയ്യാനും അമ്മായി എനിക്കൊരു മുറി തരണം. അയ്യോ, ഇവിടെ ഒരു സൗകര്യവും ഇല്ലല്ലോ. ആ പണ്ടാരക്കെട്ടിനെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ ഒരു സൗകര്യവും ഇല്ലാണ്ടായി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ചക്കാത്തൊന്നും വേണ്ട, അതിന്റെ വാടക എത്രയാന്ന് വെച്ചാ ഞാൻ തരാം. ആ തെക്കേ മുറിയാ ഇവിടെ ആകെ ഒഴിവായി കിടന്ന്. അതിലാ ഇപ്പൊ ആ പെണ്ണ് കിടക്കണേ. അതൊക്കെ അമ്മായി വിചാരിച്ച നടക്കും. ഇവിടെ അല്ലാതെ പിന്നെ എവിടെ എനിക്കൊരു സൗകര്യം കിട്ടുക? ഇതങ്ങ് പിടിച്ചേ. അയ്യോ, കാശിന്റെ ഒന്നും അല്ല രവി. ഇതങ്ങ് പിടിച്ചേ. ഞാൻ ആദ്യമായിട്ട് ഇത്തിരി കാശ് വരുമ്പോ അത് മേടിക്കാതിരിക്കുക. എവനെ കൊണ്ട് ഞാൻ തോറ്റു. ഓടുന്നു. ഇത് നമ്മളെ രവിന്റെ വണ്ടിയാണല്ലോ. എല്ലായിടത്തും കഴിഞ്ഞു. എന്താ കുഞ്ഞാലിക്ക വിശേഷം? ഞാൻ ഇങ്ങോട്ട് തന്നെ പോന്നു. എന്നെ മര്യാദയ്ക്ക് ജീവിപ്പിക്കില്ല എന്ന് ചിലരൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. പറ്റുമെന്ന് അറിയണ്ടേ? അതും നല്ല കാര്യം തന്നെ. ഇതിന്റെ ഉള്ളിൽ എന്താ കളി? നമുക്കും തലചായ്ക്കാൻ ഇടം വേണമല്ലോ. ഫസ്റ്റ് അമ്മായി കോളടിച്ച്. എന്താ നോക്കി പേടിപ്പിക്കുന്നത്? ആരും ഞാനോ? പറയാനുള്ളത് നേരിട്ട് പറയാ. ഗുണമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊന്നും പറഞ്ഞില്ല. അതാണ് ശരി. നിങ്ങൾ അത് ഏറ്റു പിടിക്കാൻ നിൽക്കാം. ഇങ്ങോട്ട് വന്നിട്ട് വല്ലതും പോകാൻ നോക്കാം. 5 മണിക്ക് നിലമ്പൂർ എത്തിയില്ലെങ്കിൽ തനി നാളെ കയറ്റാൻ പറ്റുള്ളൂ. പുതിയ താമസക്കാരുടെല്ലാം പോലെ നമ്മുടെ എഴുതല്ലേ. വിവരം ഉണ്ടോ എനിക്ക്? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വൈരാഗ്യം കൊണ്ട് പറയാന്ന് പറയും. അവൻ കേറിടം മുടിച്ചിട്ടേ ഇറങ്ങിയിട്ടുള്ളൂ. അറിയാം. ഞാൻ എന്റെ വീടിന്റെ ഒരു മുറി കൊടുത്തതിന് ശ്രീധരൻ എന്താ അത്ര ചൊറിച്ചില്? 2 പെൺകുട്ടികളില്ലേ ഇവിടെ? അവൻ ആരാ മോൻ അറിയോ? എന്റെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രീധരൻ എന്തിനാ വിഷമിക്കണേ? അമ്മായി, അവനെ നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് അവനെ അറിയാം, നിന്നെ അറിയാം. നിങ്ങൾ തമ്മിൽ വലിയ രസക്കേടം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോണം. എന്റെ കുടുംബത്തെ കാര്യം അന്വേഷിക്കാൻ ഈ ആരാ? എന്റെ മൂത്ത മോനോ? ഇപ്പോഴെങ്ങനെ കിട്ടാനുള്ള കിട്ടിയല്ലോ. ഇനി സുഖമായിട്ട് ഊണ് വയ്ക്കാലോ. എനിക്ക് വേണ്ട. നിക്ക് പറയട്ടെ. എടോ, ഇതിന് താൻ അനുഭവിച്ചതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ വിളിച്ചു. ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ മാതിരിയായി. കിഴക്കുമ്പോഴത്തെ നിലാവുച്ച പറ്റിക്കെന്തിനാ മുറുമുറുപ്പ്? ആ കൊച്ചനോട് ഇത്ര കണ്ണുകടി പാടില്ല ഒന്ന് പറഞ്ഞു കൊടുത്തേ. അയ്യോ പാവം, മഹാപാവം. എന്തിനാ ഒരു മുറിയായിട്ട് കൊടുത്ത് കൂടെ താമസിപ്പിച്ചൂടായിരുന്നു? കുഞ്ഞാലി വരണ്ട. നീ വയറ് കരിഞ്ഞ് മണം തുടങ്ങി. ഇനി എനിക്ക് തിന്നിട്ട് പോവാ ശ്രീരേട്ടാ. വേറെ ഹോട്ടലുകളുണ്ട് ഇവിടെ. അതല്ല, നിനക്ക് ഇവിടുന്ന് തന്നെ ചോറുണ്ടോണമെങ്കിൽ ഉണ്ടിട്ട് ഇവിടെ കിടന്നോ. വീട്ടിൽ ആ നായിനോളം ഉണ്ടാവും. അല്ലോ ചതിക്കല്ലേ. ആ നായിന്റെ മോനും കുഞ്ഞാലും തീരെ ജോയിന്റ് ആവില്ല. അതിന് ഇവനെന്തിനാ വിഷമിക്കണമെന്ന് ഞാൻ ചോദിക്കണേ. ഇവനാരാ? നാട്ടുകാരെ മുഴുവൻ രക്ഷകർത്താവും. അസൂയ അത്ര തന്നെ. ഇപ്പൊ ഞാൻ മൂലം ഇവിടെ സീതയ്ക്കോ സുമതിക്കോ ഒരു പേര് ദോഷം ഉണ്ടായിരുന്നു നിൽക്കുക. ഞാൻ മാന്യമായിട്ട് കല്യാണം കഴിക്കും. എന്തേ? ഇവനെ പോലെ വേറൊരാളുടെ പല്ലിൽ കെട്ടിവെക്കാൻ രവിക്ക് മനസ്സ് വരില്ല. നീ ഇതൊന്നും കേട്ടതായിട്ട് നടിക്കണ്ട. അവനോട് ഇടപെടാനും പോകണ്ട. നമുക്ക് നമ്മുടെ കാര്യം. അമ്മേ,
ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് അങ്ങോട്ട് പറഞ്ഞാ അമ്മ ഇവക്ക് ഒരു ദിവസം രവിയുടെ വീട്ടിൽ വന്ന് അച്ഛനെ അമ്മയൊക്കെ ഒന്ന് കാണണമെന്ന്. അതിനെന്താ, ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. എന്താ?